കേരള സംസ്ഥാന സർക്കാർ ഓണസമ്മാനമായി പുതിയ ഭൂവിനിയോഗ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമാകും എന്ന തരത്തിലാണ് ഈ നിയമം ഇവർ അവതരിപ്പിച്ചത്. അന്ന് പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ ഭൂപ്രശ്നങ്ങളും ഇതോടുകൂടി പരിഹരിച്ചു എന്നുള്ള തരത്തിലുള്ള വാദങ്ങളാണ് ഇതിൽ സർക്കാർ വലിയ തോതിൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പല ഘട്ടത്തിലും ഈ പറയുന്ന പുതിയ അമെൻമെൻറ്റ് എത്രത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി, ഈ പറയുന്ന സർക്കാർ തലത്തിലുള്ള വാദങ്ങൾക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട്, ഇവർ പറയുന്ന കാതലായ മാറ്റങ്ങൾ എന്താണ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചൂടേറിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന തരത്തിൽ ഈ ശരിയായ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ഈ ഭൂവിനിയോഗ പുതിയ ഭേദഗതി ബില്ലിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നമ്മളോട് സംസാരിക്കുന്നത് സാമൂഹ്യ സന്നദ്ധ സംഘടനയായ ട്രയാങ്കിളിൻ്റെ ചെയർമാനും പൊതുപ്രവർത്തകനുമായ ശ്രീ എൻ എ മുഹമ്മദ് കുട്ടിയാണ്. നമസ്കാരം സാർ. നമസ്കാരം. യഥാർത്ഥത്തിൽ കേരള സർക്കാർ കൊണ്ടുവന്ന ഈ ഓണസമ്മാനം എന്ന് പറയുന്ന പുതിയ ഭൂവിനിയോഗ ബിൽ യഥാർത്ഥത്തിൽ ട്രയാങ്കിൾ പോലുള്ള സംഘടനകൾ ഇതിനകത്തൊരു ഇരട്ടത്താപ്പുണ്ടെന്നും ശരിയല്ല എന്നുള്ള തരത്തിലുള്ള പല വാദങ്ങളും ഉയർത്തുന്നുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചരിത്രമൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ ചരിത്രപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മലമ്പ്രദേശങ്ങൾ, ഉയർന്ന മലമ്പ്രദേശം എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ച് ഭാഗത്ത് അതെല്ലാം വനപ്രദേശമായിരുന്നു. ശരിക്കും ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ഏരിയ തന്നെയായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യാനന്തരം പിന്നീട് നമ്മുടെ അന്നത്തെ അവസ്ഥ അറിയാലോ, ഈ ഭക്ഷണത്തിനും ബാക്കിയുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കണക്കിലെടുത്തുകൊണ്ട് പിന്നീട് വന്ന ഭരണകൂടങ്ങൾ 40-ലും 50-നൊക്കെ ശേഷമാണ് ഗ്രോ മോർ ഫുഡ് പദ്ധതി എന്ന ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വനം പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കൃഷി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അന്നത്തെ ഭരണകൂടം കൃഷിക്കായി ഈ സ്ഥലങ്ങൾ നൽകിയിട്ടുള്ളത്. കാലക്രമേണ അത് അവർക്ക് പതിച്ചു നൽകി. ഒട്ടനവധി ആളുകൾ, ഇപ്പോൾ കേരളത്തിൻ്റെ ഏതെല്ലാം ഏരിയ എടുത്താലും, ഇടുക്കി മാത്രമല്ല വയനാട് എടുത്താലും ഇത്തരത്തിൽ ഒട്ടനവധി ആളുകൾ ഈ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ അന്നവിടെ താമസമാക്കി. അങ്ങനെ ഒട്ടനവധി ആളുകൾ വന്നപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം പിന്നീട് ഇത് വീടുകളും മറ്റും വന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വില്ലേജ്, പിന്നീട് അതിനെ കുറച്ചുകൂടി നല്ലൊരു ടൗണായി, ഇന്ന് വ്യത്യസ്തമായ അറിയപ്പെടുന്ന പല ടൗണുകളും ആയി മാറിയത് അന്നത്തെ ഈ വനപ്രദേശമായിരുന്നു. പക്ഷെ കാലകാലങ്ങളിൽ ഇവർക്ക് പട്ടയങ്ങൾ നൽകി, ഇവർക്ക് ഇത് പതിച്ചു നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഇത് വീട് വയ്ക്കുന്നതിനും അല്ലെങ്കിൽ കൃഷിക്കും മാത്രമായിട്ട് നമ്മൾ പതിച്ചു നൽകുന്നൊരു ആ പറയുന്ന പട്ടയത്തിൻ്റെ കണ്ടീഷൻസ് അങ്ങനെ പറയുമ്പോൾ അത് മറ്റ് പലതിനും നടക്കാത്തൊരു പ്രശ്നമുണ്ട്. കാരണം എന്താണെങ്കിൽ അതിനപ്പുറമുള്ള, ഇത് പുതിയ നിയമം നിർമ്മാണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അന്നത്തെ ആ നിയമത്തിൽ തന്നെ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള ഇന്ന് ഏതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതിലേക്ക് എത്താമായിരുന്നു. അത് ചെയ്യാതെ ഇപ്പോൾ ഓണസമ്മാനം എന്ന് പറഞ്ഞിട്ട് പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ അതിലും ഈ ലിമിറ്റഡ് ആയിട്ടുള്ള കൃത്യം പറയുമ്പോൾ മറ്റ് പലതിനും അവർക്ക് അനുവാദം ലഭിക്കാത്ത പ്രശ്നമുണ്ട്. കുറച്ചുകൂടി കടന്നു പറഞ്ഞാൽ ഇത് അത്തരത്തിൽ ഒരാൾക്കൊരു അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി ജീവിത ഉപാധിയോട് കൂടിയിട്ട് അവർക്ക് എന്തെങ്കിലും അവിടെ ചെയ്യണമെങ്കിൽ ഒന്നും ഇവിടെ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ പെട്ടിക്കട, ഒരു ഷോപ്പ്, എന്തെങ്കിലും പോലും അവിടെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമായി അവർക്ക് എന്തെങ്കിലും തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് പറ്റാത്തൊരവസ്ഥ ഇതുകൊണ്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ എന്ത് വേണം? അങ്ങനെ വേണമെങ്കിൽ പിന്നെ പറയുന്നത് സർക്കാർ പറയുന്നതാണെങ്കിൽ അതിന് മറ്റുള്ള സാങ്ഷൻ വാങ്ങിക്കണം എന്നാണ്. അപ്പോൾ സാങ്ഷൻ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പുതിയ നിയമം ഉണ്ടാക്കുകയാണ്. ആ സാങ്ഷൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബില്ല് എന്താണ്? ഇന്ന് സർക്കാർ ഈ പറയുന്ന നിലം രൂപാന്തരപ്പെടുത്തി വീട് വയ്ക്കുന്നതിനും ബാക്കിലും, അല്ലെങ്കിൽ 10 വർഷം മുമ്പ് 20 വർഷം മുമ്പ് വീട് വെച്ചതിന് പോലും ഈ നിലത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് ഒട്ടനവധി പൈസ അടയ്ക്കണം. ഇപ്പോൾ കോടികൾ, 1500-ഓളം കോടിയാണ് ഏതാണ്ട് സർക്കാരിൻ്റെ കയ്യിൽ ഈ ഇത്തരം ഭൂമിതരം മാറ്റത്തിന് വേണ്ടി മാത്രം വന്നിട്ടുള്ളത്. ആ ഫണ്ട് പോലും കൃഷിയുടെ ഇതിന് ഉപയോഗിക്കുന്നത്, പക്ഷേ കൃഷി അതിന് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിയമനിർമ്മാണം വരുമ്പോൾ സർക്കാരിൽ നിന്നും ഒരു വരുമാനം കൂടിയാണ്
ഈ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണമായിട്ട് ഇത് മാറുകയാണെന്നാണ് എനിക്കതിനെ പറ്റി പറയാനുള്ളത്. അല്ലാതെ ഒരു സൊല്യൂഷനല്ല. സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. പുതിയ നിയമം വരുന്നതിലൂടെ ഈ ഭൂമിയുടെ ക്രയവിക്രയ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കും എന്നാണ് സർക്കാരിൻ്റെ ഒരു വാദം. രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് ഒരു സത്യവാങ്മൂലമോ മറ്റ് രേഖകളോടെ വന്ന് ക്രമവൽക്കരിച്ച് നൽകുമ്പോൾ, ഒരു സത്യവാങ്മൂലമൊക്കെ നൽകുമ്പോൾ ഒരു ആധികാരികത നൽകുന്നു, അല്ലെങ്കിൽ എവിടെ കിടക്കുന്നു, കൈവശമായിരുന്നു നിങ്ങൾ തുടങ്ങിയുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നു. കൂടുതൽ ടെക്നിക്കലി ഇവർക്കൊരു ഡോക്യുമെൻറ്റേഷനിലേക്ക് എല്ലാ കാര്യങ്ങളും കടന്നു വരുന്നു എന്നുള്ളതാണ് ഈ ഭൂമിയിലെ പുതിയ മാറ്റ നിയമത്തിലൂടെ സർക്കാർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം വളരെ വേഗത്തിൽ, അതായത് കൃത്യതയില്ലാതെ വ്യക്തതയില്ലാതെ കിടക്കുന്ന എല്ലാം ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേരിൽ കൃത്യമായ രേഖയായി മാറിക്കിട്ടുമ്പോൾ അതിന് ശരിക്കും ആ വിധിയെ അല്ലെങ്കിൽ ആ പുതിയ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. അതിന് പകരമായിട്ട് ട്രയാങ്കിൾ പോലുള്ള സംഘടനകളെ എങ്ങനെയാണ് ഇതിനൊരു വിമർശനവാദം ഉന്നയിക്കുന്നത്? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 60-ലെ നിയമം 64-ലാണ് അതിൻ്റെ ചട്ടം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലന്ന് കൃഷിക്കും അവർക്ക് താമസിക്കുന്നതിനുള്ള വീടിനും എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള മറ്റുള്ള യാതൊന്നിനും ഈ ഭൂമി ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം. തീർച്ചയായും അതിന് പുറമെ ഈ ക്രമവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു പുതിയ നിയമ നടപടിയുടെ ആവശ്യമാണ്. ആ നിയമ നടപടി കൊണ്ടുവരുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ഭൂമിയാണ് ക്രമവൽക്കരിക്കേണ്ടത്, എന്തിനെല്ലാം വേണ്ടി ക്രമവൽക്കരിക്കണം, അതിൻ്റെ നിയമ നടപടികൾ വേറെ വരേണ്ടി വരും. അന്ന് കാലത്ത് ഇനി ഇതിലെ മറ്റൊരു പ്രശ്നം കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ട്. അപ്പോൾ അന്ന്, അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ രാജാക്കന്മാർ കൊടുത്ത പട്ടയങ്ങളുണ്ട്, കൈവശത്തിലായിരുന്ന ഭൂമികളെല്ലാം അവരും കൃഷിക്കാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ 47-ന് മുമ്പ് തന്നെ രാജഭരണ കാലത്ത് കൊടുത്തിട്ടുള്ള ഈ കോട്ടയം ജില്ലയിൽ, അന്ന് ഇടുക്കിയില്ല, കോട്ടയം ജില്ലയിലെ ഇതിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ള അന്നത്തെ ഈ തിരുക്കൊച്ചിയുടെ കാലത്തുള്ള, മനസ്സിലായി, ആ കാലത്ത് കൊടുത്ത പട്ടയങ്ങളുണ്ട്. ആ പട്ടയങ്ങളിൽ ലഭിച്ച ഭൂമി അന്ന് തന്നെ ആ കാരണന്മാരുടെ കാലത്ത് അവരവരുടെ മക്കൾക്ക് വീതിച്ച് നൽകിയിട്ടുണ്ട്, കൃഷിക്ക് വേണ്ടി തന്നെ. അതേ ഭൂമി പിന്നീട് ആ മക്കൾ പിന്നീട് അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് വിറ്റിട്ടുണ്ട്. അപ്പോൾ കൃഷി നടത്തിക്കൊണ്ടിരിക്കട്ടെ. കൃഷി നടത്താതെ മറ്റുള്ള ടൂറിസത്തിൻ്റെ വന്നപ്പോഴാണ് അതിൽ ഈ പ്രശ്നങ്ങൾ വന്നതും നിയമത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നത്. കൃഷി നടത്തുന്നതിന് അതിന് യാതൊരു ബുദ്ധിമുട്ടില്ലേ, കൈമാറിയിട്ടുണ്ടെങ്കിലും മലയാളികളായിട്ട് കൃഷി നടത്തുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു പ്രശ്നം എന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ ഇത്രയും കൂടി വന്നു, ഇതിൽ എത്രയോ അത് കൈമാറിപ്പോയി. ആദ്യത്തെ രാജഭരണകാലത്ത് കൊടുത്ത പട്ടയം പോലും ഇന്നെവിടെ നിന്നറിയില്ല. ആ പട്ടയത്തിന് തന്നെ പിന്നീട് പിൽക്കാല പ്രാബല്യത്തിൽ കോട്ടയം ജില്ലാ കളക്ടറിൽ തന്നെ പട്ടയം കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ പട്ടയം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. പഴയതിനെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് പിന്നീട് ഈ പട്ടയങ്ങൾ പലതും കൊടുത്തിട്ടുള്ളത്. ആ പട്ടയങ്ങൾ പിൽക്കാലത്ത് അവരൊക്കെ മരിച്ചുപോയി. ഇന്ന് ഇതിന് ആധികാരികത ചെയ്യാൻ വേണ്ടി അന്നത്തെ പട്ടയം ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ ആ പട്ടയം കൊടുന്ന് ഹാജരാക്കും. എത്രയോ ആളുകളിലായി മാറി മാറി എത്രയോ ആളുകളിലായി പോയി. ഇന്ന് ഇരിക്കുന്ന ഒരാളിൽ 5 സെൻറ്റോ 30 സെൻറ്റോ 1 ഏക്കർ ആയിരിക്കും കൃഷിയോട് കൂടിയിട്ട് വീടടക്കം ഉണ്ടാകുന്നത്. അപ്പം അന്നത്തെ പട്ടയത്തിൻ്റെ തെളിയിക്കാൻ ഇയാൾക്ക് കഴിയും. ഇതേതാണ്ട് പൗരത്വ നിയമം മാതിരി നമ്മുടെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളതിൻ്റെ എല്ലാതും കൊടുത്ത് കാണിച്ചാൽ മാത്രമേ, അത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലത്ത് അദ്ദേഹം ഇവിടെ ജനിച്ചാണെന്നും അന്നാ കാലത്ത് ഇതിലുള്ള എല്ലാ തെളിവും കൊടുക്കും മാത്രമേ, അല്ലെങ്കിൽ ഞാൻ പൗരത്വത്തിൻ്റെ പുറത്താവും എന്ന് പറയുന്ന മാതിരിയുള്ളൊരു അല്ലാന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പം സർക്കാരിൻ്റെ കയ്യിലുള്ള ഒരു ഡോക്യുമെൻ്റ്, ആ ഡോക്യുമെൻ്റ് ഇതിനെ വേറെ ആൾ കൊടുന്ന് ഹാജരാക്കുന്നു. സർക്കാരിലുള്ളതല്ലേ, പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. അപ്പം ഇത്തരത്തിൽ സാങ്കേതികത്വം നിറഞ്ഞ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും കുറച്ച് ഒഫീഷ്യൽസിന് ഇതിലൂടെ നല്ല വരുമാന മാർഗം ഉണ്ടാക്കാനെന്നാണ് എൻ്റെ തുറന്ന അഭിപ്രായം. ട്രയാങ്കിൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ജനകീയ സർക്കാരുകൾ വരുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ കൈകളിൽ ഈ പറയുന്ന ഭൂമിയും വസ്തുക്കളും ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ വസ്തു ലഭിച്ചതിന് ശേഷം പലതും ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് കയ്യേറിയിട്ടും കയറി ചെയ്തിട്ടുള്ളതൊക്കെ വേറെ സർക്കാർ പട്ടയം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും സർക്കാരുകൾക്ക് മുമ്പേ ഈ പറയുന്ന ആളുകളുടെ കൈവശം ഭൂമിയുണ്ട്. പിന്നീട് വന്ന സർക്കാർ വീണ്ടും ഇവരെ സംശയാലുക്കളാക്കി ഈ ഭൂമിക്ക് അവകാശം അല്ലാത്തവരാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടായിരുന്നു
നിർമ്മാണം നടത്തേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി പട്ടയമുള്ള ആളുകളും ബാക്കിയുള്ളവർക്കും ഈ പറയുന്ന ആ ക്ലോസിൽ ഒരു അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ചെറിയ മാറ്റം മാത്രമല്ലേ വരുത്തേണ്ട ആവശ്യമുള്ളൂ. അതായത് കൃഷിയും വീടും എന്നതിനോടൊപ്പം മറ്റ് ആവശ്യങ്ങൾക്കും എന്നുള്ള ഒരു വാക്ക് ചേർത്താൽ മതി, പ്രശ്നം പരിഹരിച്ചു. ഇപ്പം എൻ്റെ വീടുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് അവിടെ പലചരക്കട ഇടാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് സ്വന്തം ചെറിയ അല്ലെങ്കിൽ ചായക്കട ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കൊരു വരുമാന മാർഗം മറ്റുമാണ്. ഇതിൽ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മാണിസാറിൻ്റെ കാലത്ത് ഒരു നിയമം കൊണ്ടുവന്നുണ്ട്. ഇത്തരത്തിലുള്ള കൃഷിഭൂമിയിൽ അതിൻ്റെ 5% അവർക്ക് വരുമാന മാർഗത്തിനുള്ള, അതായത് ഇപ്പോൾ ഏലം കർഷകരാണെങ്കിൽ ഏലം മാത്രമല്ല അല്ലാത്ത മറ്റേതെങ്കിലും ചെയ്യാം, ടൂറിസത്തിന് വേണമെങ്കിൽ 5% ഉപയോഗിക്കാന്നുള്ള ഈ സർക്കാർ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഈ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ചെയ്യാമെന്ന് ഒരു ഇത് നിലവിൽ സർക്കാരിന് കൊടുക്കുന്നതിന് മുമ്പ് പിന്നെ എന്തുകൊണ്ട് ഈ മാറ്റത്തിൽ ഈ ഒരു വരി എഴുതി ചേർത്തുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായും. ഇപ്പോൾ ട്രയാങ്കിൾ പറഞ്ഞു വരുന്നത് ശരിക്കും ഈ പറയുന്ന ആളുകളെ ഇവിടെ നിന്ന് തൊഴിലില്ലാത്തവരായി വിദേശത്തേക്ക് കയറ്റി വയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇപ്പം തന്നെ പോയല്ലോ. ഇപ്പം തന്നെ കുട്ടികളെല്ലാം ഇവിടുന്ന് ഈ പറഞ്ഞ സ്ഥലമെല്ലാം അവരുടെ പാരൻസിന് വേണ്ട സ്ഥലങ്ങളൊക്കെ ബാങ്കിൽ പണയപ്പെടുത്തി ലോൺ എടുത്ത് പുറത്ത് പഠിക്കാൻ പോവല്ലേ. ഇവിടെ ആരാളത് എല്ലാം പോയി കഴിഞ്ഞു. അപ്പോൾ ഇതുകൂടി വരുമ്പോൾ ഒരു സംശയവും വേണ്ട, ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയും ഓണസമ്മാനം എന്ന പേരിൽ ഇത് ചില ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ചില ആളുകൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളിതാ ഒരു പുതിയ മാറ്റം കൊടുക്കുന്നു, നിങ്ങൾ കുറച്ചുകൂടി ഇതിനെ ഈസി ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു ഇതാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. അതിനുശേഷം പുതിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യമെല്ലാം മുന്നിൽ കണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത്രയും കാലം എടുക്കാതിരുന്നൊരു സ്റ്റാൻഡ് എന്ന രീതിയിൽ കൃഷിഭൂമിയിലേക്കോ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ജീവികളെ ഉടൻ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലാം എന്നുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായ കാലത്തൊന്നും സർക്കാർ ഇതിന് തയ്യാറായില്ല. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായതുപോലെ ഇപ്പോൾ ഒരു പുതിയ നിയമം ഈ ആഴ്ച അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഉറങ്ങിയതായിട്ട് ഒരിത് കണ്ടിരുന്നു. അല്ല, അത് ഏതായാലും അത് നല്ലൊരു തീരുമാനമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ എന്നോ നേരത്തെ എപ്പോഴോ എടുക്കേണ്ടതായിരുന്നു. ഇത്ര ആളുകൾ മരിച്ചതിന് ശേഷം ഇപ്പോഴാണ് ബോധോദയം വരുന്നത്. പല രാഷ്ട്രങ്ങളിലും, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള പല രാഷ്ട്രങ്ങളിലും ഈ പറയുന്ന ഈ കളിങ്ങെന്നുള്ള ഒരു പരിധി വിട്ടുകൊണ്ട് ഇതിൻ്റെ നമ്പേഴ്സ് കൂടുമ്പോൾ അവയെ ഭക്ഷിക്കുന്നതിന് വേണ്ടി വെടിവെച്ച് കൊല്ലുന്നതിനുള്ള നിയമങ്ങളുണ്ട് ഓൾറെഡി, പല രാഷ്ട്രങ്ങളിലുണ്ട്. മുൻകാലത്ത് തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഒരു സീസണിൽ മുയലിനെ ഈ ആനക്കട്ടി സൈഡിലുള്ള ചില ഫോറസ്റ്റിന് പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് ഒരു മുയലിനെ ഒരു ദിവസം വെടിവെക്കാം. അന്നത്തെ ഹണ്ടേഴ്സിന് തോക്ക് ഉള്ളവർക്ക് രജിസ്റ്റർ ചെയ്യണം. അതിന് അവരുടെ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിൽ അതിനുള്ള സൗകര്യം പോലും അവർക്കവിടെ താമസിക്കാം. അങ്ങനെ അവിടെ നിന്ന് ഈ പറയുന്ന ഒരു മുയലിന് ഒരു ദിവസം, കാരണം മുയൽ പെരുകി വല്ലാത്ത ശല്യ പ്രശ്നങ്ങളായപ്പോൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ അത്തരം നിയമങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പിന്നീട് പിൽക്കാലത്ത് ഇതിനെ ദുരുപയോഗം ചെയ്തപ്പോഴാണ് ഇതിനെ കർശനമായിട്ട് വെടിവെക്കാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നുള്ളത്. ശരിക്കും ജനകീയ പ്രശ്നങ്ങൾ എന്ന് പരിഹരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മറ്റെന്തോ ലാഭത്തിനായിട്ട് ഇവരിതിനെ മാറ്റി വെച്ചുകൊണ്ട് പുതിയ ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇടുന്ന ഒരു രീതി ആയതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ട്രയാങ്കിൾ പോലുള്ള സംഘടനകൾ ഇതിനെ എതിർക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ക്ലിയർ ആണല്ലോ. ഇത് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിയമനിർമ്മാണം ആ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം. അല്ലാതെ പേരിനൊരു നിയമം ഉണ്ടാക്കി നാളെ അവരെ വീണ്ടും കൊടുക്കുന്ന തരത്തിലേക്ക് എത്തിക്കരുതെന്ന് മാത്രമാണ്. അതിൽ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഈ നിലം പരിവർത്തനം ചെയ്ത് പുരയിടമാക്കുന്നതിന് സർക്കാർ വരുമാന മാർഗത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒന്നാണെന്നുള്ളത് അതിൻ്റെ ഒരു സംശയവും വേണ്ട. ഓക്കെ. ശരിക്കും ഈ ഭൂമി വിനിയോഗ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൊഴുത്തപ്പോൾ പല ഘട്ടത്തിലും കേട്ട ഒരു കാര്യമായിരുന്നു, വിദഗ്ധരായ ആളുകളുടെയൊക്കെ സംസാരത്തിൽ കേട്ട ഒരു കാര്യമായിരുന്നു, ഈ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല വീടുകളല്ലാതെ ഇവിടെ ഒന്നും നിർമ്മിക്കരുത് എന്ന്. ഒരു കോടതിയുടെ വിധിയിൽ, ഹൈക്കോടതി ആയിക്കോട്ടെ സുപ്രീം കോടതി ആയിട്ട് ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ രാഷ്ട്രീയക്കാർ എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർ പറയുന്ന ഒരു വാദം ഇതാണ്, കോടതി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ കോടതികൾ ആണോ ശരിക്കും ഇത്തരത്തിൽ നിർമ്മാണം നടത്തരുത് എന്ന് പറഞ്ഞത്? അല്ല, അതിൽ ഏറ്റവും വലിയ തെളിവുകളല്ലേ. ഇതിൽ ഏതെല്ലാം ഏരിയ എടുത്താലും, ഇത്തരത്തിൽ ഹൈ റേഞ്ചിലെ വ്യത്യസ്തമായ പല ടൗണുകൾ എടുത്താലും അവിടെയെല്ലാം സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, മറ്റതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്.
ഇതെല്ലാം അവിടുത്തെ പഞ്ചായത്തുകളിൽ ഈ ഭരണകർത്താക്കൾ തന്നെയല്ലേ സാങ്ഷൻ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും. അപ്പോൾ അതെല്ലാം വന്നത് ഒരാളും അതിനെ എതിർത്തിട്ടല്ലല്ലോ, ആരും കോടതി പോയിട്ടുമില്ല. ഇത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഇത്തരത്തിൽ ഒരു ഹോസ്പിറ്റലോടെ വരാൻ പാടില്ല. ജനങ്ങളുടെ ആവശ്യമുള്ള കാര്യങ്ങളാണുള്ളതെല്ലാം. സ്കൂൾ പണിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ജനങ്ങളുടെ ഒരു ആവശ്യത്തിൻ്റെ ഭാഗമാണിതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം വന്നതിന് ശേഷം ഇപ്പോൾ ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ക്രമവൽക്കരിക്കണമെങ്കിൽ ഞാൻ ഈ ക്രമവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഈ ഇവിടെ പണിതുള്ള വീട് അത് തെറ്റായിപ്പോയി, എനിക്കത് ക്രമവൽക്കരിച്ച് തരണം എന്ന് പറയാണ്. സ്വയം കുറ്റം ഏൽക്കണം. മാത്രമല്ല അഫിഡവിറ്റ് കൊടുക്കുന്നതല്ലേ, ഞാൻ ചെയ്ത് തെറ്റാണ് അതുകൊണ്ട് മാറ്റി തരണം എന്നല്ല, അതുകൊണ്ട് എനിക്ക് ഒന്ന് ചെയ്യണമെന്നല്ലേ, എന്നിട്ട് അതിന് പൈസ അടയ്ക്കണ്ടേ. ഈ പറയുന്ന ബിൽഡിങ്ങുകളൊന്നും നമ്പറില്ലാത്തല്ല. ഇതിനെല്ലാം പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ നമ്പർ ഉണ്ട്, ടാക്സും അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇത് ക്രമവൽക്കരിക്കുന്നത് എന്നിട്ട് വീണ്ടും പോകുന്നത്. ഇതുവരെ നമ്പർ ഇടാത്ത അല്ലെങ്കിൽ പെർമിറ്റ് വാങ്ങിക്കാത്ത ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ശരി, ക്രമവൽക്കരിക്കണം, നിയമത്തിൻ്റെ ഭാഗമാണ്. അല്ലാത്ത എന്ത് ക്രമവൽക്കരിക്കാനാണ്? അപ്പോൾ ഭൂമിയെ ക്രമവൽക്കരിച്ചു കൊണ്ടാണ് ബിൽഡിങ്ങിലേക്ക് പോകുന്നത്. മനസ്സിലായി? അപ്പോൾ ബിൽഡിങ്ങിന് ഓൾറെഡി പെർമിറ്റ് ഉണ്ട്. അപ്പോൾ ക്രമവൽക്കരിക്കാത്തൊരു ഭൂമിയിൽ എങ്ങനെ ഇതിന് സാങ്ഷൻ കൊടുത്ത് നേരത്തെ? അപ്പോൾ അത് തെറ്റല്ലേ? അപ്പോൾ ഒരു പഞ്ചായത്ത് എഴുതി കൊടുക്കേണ്ടി വരും, ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് വേറെ അപ്ഡേറ്റ് കൊടുക്കേണ്ടി വരും. പ്രാദേശിക സർക്കാരാണ് പഞ്ചായത്ത്. അതെ, അല്ല, പ്രാദേശിക സർക്കാരല്ല, ശരിക്കുള്ള സർക്കാർ പഞ്ചായത്തുകളാണ്. നഗരപാലിക ബില്ല് വന്നതിന് ശേഷം എല്ലാ അധികാരങ്ങളും താഴെത്തട്ടിൽ കൊടുത്തല്ലോ. പിന്നീട് സർക്കാർ പലതൊന്നും പിടിച്ചെടുക്കലുണ്ടായതുള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് ശരിക്കുള്ള സർക്കാർ പഞ്ചായത്തുകളാണ്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ അവർ ഇത് തെറ്റാണെന്നുള്ള നിലയ്ക്കല്ലേ ഇത് വരുന്നത്. അപ്പോൾ എങ്ങനെയെല്ലാം സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നടത്തി കൊടുക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് ഒരു ഭരണകൂടം ചിന്തിക്കേണ്ടത്. അതല്ലാതെ എങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരിൽ നിന്ന് ക്രമവൽക്കരിക്കുന്നതിന് കുറേ പൈസ വാങ്ങി സർക്കാരിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ആലോചിക്കുന്നതിലേക്കാണ് ഈ ബില്ല് പോകുന്നത് എന്നാണ് വളരെ വ്യക്തമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ക്രമവൽക്കരിക്കാത്ത, ഇവരുടെ പറഞ്ഞു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രമവൽക്കരിക്കാത്ത നിയമവിരുദ്ധമായ ഒരു പ്രോപ്പർട്ടിയുടെ മേലിലോ അല്ലെങ്കിൽ അത്തരം ഒരു അസറ്റിൻ്റെ മേലിലോ ധനകാര്യ സ്ഥാപനങ്ങൾ ഒരു വായ്പ പോലും നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരത്തില്ല? അല്ല, ഇത് ഓൾറെഡി ഈ പറയുന്ന ബിൽഡിംഗ് പെർമിറ്റും ലാൻഡ് ടാക്സും എല്ലാം അടയ്ക്കുന്നതിന് പോലും ഇതിനിടയ്ക്ക് പ്രശ്നങ്ങളായപ്പോൾ ഒരു ബാങ്ക് വായ്പ കൊടുക്കൽ നിർത്തിയല്ലോ. വലിയ പ്രശ്നങ്ങളാണല്ലോ. ഇത്തരത്തിൽ വരുമ്പോൾ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഒരു കുടുംബം അവർക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് ഒരു എന്തെങ്കിലും അതിനുള്ള ചിലവിനുള്ള പൈസകൾ ബാക്കി ഉണ്ടാക്കണമെങ്കിൽ ലോൺ എടുക്കേണ്ടി വരികയാണ്. ആ ലോൺ എടുക്കുമ്പോൾ പോലും ലോൺ കൊടുക്കില്ലല്ലോ, ബാങ്ക് കൊടുക്കില്ലല്ലോ, ക്രമവൽക്കരിച്ചിട്ട് വരാൻ പറയില്ലേ. ഇപ്പോൾ തന്നെ ഈ നെൽവയൽ നദീതട നിയമം 2008 വന്നതിന് ശേഷം നിലം എന്നുള്ളത് ക്രമവൽക്കരിച്ചുകൊണ്ട് പുരയിടമാക്കുന്നതിന് ഇത് വന്നപ്പോൾ നിലം എന്നുള്ള പ്രോപ്പർട്ടി ഇപ്പോഴും ബാങ്കുകൾ സ്വീകരിക്കുന്നില്ലല്ലോ. പുരയിടം നാക്കണം. ആ പുരയിടം നാക്കണമെങ്കിൽ ഇന്ന് 2 വർഷം 3 വർഷം എടുക്കുന്നുണ്ട് ഒരു പ്രോപ്പർട്ടി നിയമപ്രക്രിയ. ഞാൻ 97 വീട് വെച്ച് താമസിക്കുന്ന ഈ പറയുന്ന 97 എനിക്ക് അന്ന് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ താമസമാക്കിയത്. അന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാ ഇതും പെർമിറ്റും എല്ലാം കിട്ടി, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കിട്ടി. ഞാൻ ടാക്സ് അന്ന് മുതൽ ഇന്നേ വരെ എല്ലാ വർഷവും ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന ഞാനിപ്പോൾ ആ പ്രോപ്പർട്ടി ഒരു ബാങ്കിൽ എനിക്ക് ലോണിന് വേണ്ടി വെക്കണമെങ്കിൽ അത് പുരയിടമാക്കണം. ഞാൻ 2 കൊല്ലമായി പുരയിടമാക്കാൻ വേണ്ടി കൊടുത്തിട്ട് എനിക്കിതുവരെ അത് ഇപ്പോഴും പുരയിടമാക്കി കിട്ടിയിട്ടില്ല. ഒരു മെട്രോ സിറ്റിയിലുള്ള 2023 തന്നെ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല, അതിൻ്റെ കേസുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു പഴയ ആപ്ലിക്കേഷൻസ് ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറയുന്ന അയാൾക്കൊരു സ്ഥലം വിൽക്കണം, ഒരു മകളെ കല്യാണം കഴിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെയ്യണമെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നടത്താൻ പറ്റുള്ളൂ. അതായത് ഇത് ക്രമവൽക്കരിച്ച് കിട്ടി, ഇതിൻ്റെ പൈസ അടച്ച് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇയാൾക്ക് ഇത് ആർക്കെങ്കിലും വിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് പോയിട്ട് ലോൺ എടുക്കണമെങ്കിൽ എന്ന അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചു എന്നതിലേക്ക് വേണം ഈ നിയമനിർമ്മാണങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞ ഒരു രോഗത്തിൻ്റെ ഒരു ആവശ്യത്തിനൊക്കെ വേണ്ടി ഒരു ലോൺ എടുത്താൽ ഇയാൾ രോഗം വന്ന് മരിച്ച് അയാളുടെ
ഒരു 2 ആണ്ട് കഴിയുമ്പോഴായിരിക്കാം ഈ പറയുന്ന അല്ല, ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ കിട്ടുന്ന ഫണ്ട് കൃഷിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ കൃഷിയുടെ എന്ത് ഡെവലപ്മെന്റ് നടക്കുന്നത്? കൃഷി ഇപ്പം എത്ര വർഷങ്ങളായിട്ട് ഈ ഫണ്ട് വരുന്നില്ലേ? കൃഷിയുടെ എന്ത് ഡെവലപ്മെന്റ് അവിടെ നടന്നിട്ടുള്ളത്? നമ്മളിപ്പോൾ മറ്റ് അന്യ സംസ്ഥാനങ്ങളെ അല്ലേ ആശ്രയിക്കുന്നത്? അപ്പോൾ കൃഷിയുടെ ഡെവലപ്മെന്റ് നടക്കുന്നില്ല. ഈ പൈസ വകമാറ്റിക്കൊണ്ട് പലരും ചെലവഴിക്കുന്നതിൻ്റെ പടത്തിൻ്റെ പല കണക്കുകളും പുറത്തു വരികയാണ്. തീർച്ചയായും ഈ അടുത്തിടെ ഓണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള കൃഷി വകുപ്പ് ചെയ്യേണ്ട തരത്തിലുള്ള അതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ, വ്യവസായ മന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കളമശ്ശേരിയിൽ, എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ വലിയൊരു എക്സിബിഷൻ നടത്തിയിരുന്നു. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പരിപാടി, ഓണവുമായി ബന്ധപ്പെട്ട ഫെയർ. എന്നാൽ അതിനകത്തൊരു കൃഷിമന്ത്രിയുടെ, കൃഷി വകുപ്പിൻ്റെ ഒരു ഇടപെടലൊന്നും അവിടെ കണ്ടില്ല. പകരം കുറേ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കുറേ സ്റ്റാളുകളും മറ്റു കാര്യങ്ങളും അവിടെയും പറഞ്ഞ് ഇതായിരുന്നു കൃഷിയെ ഡെവലപ്പ് ചെയ്യാനും പച്ചക്കറി ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടി എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ശരിക്കും ട്രയാങ്കിളൊക്കെ പറയുന്ന വാദവുമായിട്ട് ശരിക്കും ചേർന്ന് കൃഷിയുടെ വലിയ ഉത്സവമല്ലേ നടന്നു എന്നല്ലേ പറയുന്നത്. അവിടെ ഞാൻ ചോദിക്കുന്നത്, എല്ലാ പഞ്ചായത്തുകളിലും കൃഷി ഓഫീസേഴ്സും ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. ഓരോ പഞ്ചായത്തിലും മണ്ണിൻ്റെ ഘടനയോ ബാക്കിയുള്ളോ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ വളർത്താൻ പറ്റുന്ന കൃഷിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? ഇത്രയും ആൾക്ക് ശമ്പളം കൊടുത്തിട്ട് ചെയ്യുന്നില്ലേ? ഏത് പഞ്ചായത്തിലാണ് കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ ഉള്ളത്? ചില ഏരിയയിൽ ചില മണ്ണിൻ്റെ ഘടനയെക്കുറിച്ചുള്ളതൊക്കെ അവൈലബിൾ ആണ് എന്നതിനപ്പുറം ഞാൻ ചോദിക്കുന്നത്, ഇവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണ്ടല്ലേ? ഓരോ കൃഷി ഓഫീസർ ഒരു പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിൽ ഒരു മിനിമം ടാർഗറ്റ് എടുത്തിട്ട് അത്രയും കൃഷിയുടെ ഓരോ വർഷങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോഗ്രസ് കാണിക്കണം എന്ന് പറഞ്ഞാൽ ഇതുണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. അതിന് ശ്രമിച്ചിട്ടുണ്ടോ? ഈ ഫണ്ട് ഈ വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളതിൽ ഉപയോഗിക്കേണ്ടത് എന്താ ഉപയോഗിച്ചിട്ടുള്ളത്? അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ കുറേ അധികം പറയേണ്ട ഒരു അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും ട്രയാങ്കിൾ ഉയർത്തുന്ന വാദങ്ങൾ എല്ലാം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഇത്തരത്തിലെല്ലാം ജനങ്ങളെ പറ്റിച്ച് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ കൺഫ്യൂഷൻ ഉണ്ടാക്കി ചില പുകമറകൾ സൃഷ്ടിച്ച് എങ്ങനെയും അധികാരം സ്ഥാപിച്ചെടുക്കുക എന്നതിനപ്പുറം ഇതിൽ കാര്യമായ ഒരു ആത്മാർത്ഥത ഉണ്ട് എന്ന് ഒരിക്കലും കരുതാനാകില്ല. നമുക്ക് സെമിനാറുകൾ നടത്താം, ഇൻ്റർനാഷണൽ ആളുകളെ കൊണ്ടുവരാം, സെമിനാറിൽ പല പേപ്പർ അവതരിപ്പിക്കാം, അതെല്ലാം പുറത്തേക്ക് വിടാം. പക്ഷേ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു റിസൾട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇത് നടത്തി, മറ്റിടത്ത് ഇത് കൊണ്ടുവരുന്നു, മറ്റു കൊണ്ടുവരുന്നു, ഇത്ര കോടികൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് കുറേ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവർ ഞങ്ങൾ ഇന്നത് കൊണ്ടുവരും ഇത്രയും പറഞ്ഞിട്ട് കൊടുക്കുന്നൊരു ഫിഗർ മാത്രമാണ്. അല്ലെങ്കിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ഇത്ര ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എത്രയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയെന്ന് വയ്ക്കും, എത്ര ആൾക്ക് തൊഴിൽ പറയുള്ളൂ. ആ ഫിഗർ എടുത്തിട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഇത്ര കമ്പനികൾ വന്നു, ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു, ഇത്ര ആൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട്. കമ്പനി തുടങ്ങിയിട്ടില്ല, പേപ്പറിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2004 ജിമ്മ് വന്നപ്പോൾ ഒട്ടനവധി കണക്കുകൾ വന്നു, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ്. അതിൽ വാസ്തവത്തിൽ ഒരേ ഒരു കമ്പനി മാത്രമാണ് ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഫാൽക്കണായിരുന്നു. 2003 ഫാൽക്കൺ ഉദ്ഘാടനം ചെയ്തത്. 2004 ജിമ്മ് വരുന്നുണ്ടോ? പക്ഷേ KSIDC നിന്ന് ലോൺ എടുത്ത് ജിമ്മിൻ്റെ ഭാഗമായി നമ്മൾ ആ സിംഗിൾ വിൻഡോ ക്ലിനിക്സിൻ്റെ സാങ്ഷന് വേണ്ടി നമ്മളതിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമല്ല, ഒരേ ഒരു കമ്പനി മാത്രമാണ് എന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്നതും ഈ പറയുന്ന ഫിഗേഴ്സൊക്കെ വെറും കഥകൾ മാത്രമാണ്. കേരള സർക്കാർ പുതുതായി കൊണ്ടുവന്ന ഈ ഭേദഗതിയെ അതിലെ പല കാര്യങ്ങളെയും ട്രയാങ്കിൾ ഇത്തരത്തിൽ എതിർക്കുകയാണ്. ട്രയാങ്കിൾ വ്യക്തമായ കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ പറയുന്നതിൽ വസ്തുതകളുണ്ട്. ഇനി എന്താണ് ചെയ്യാൻ ട്രയാങ്കിളുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? അല്ലെ, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇതിനിത്ര വലിയ നിയമനിർമ്മാണം ഉണ്ടാക്കി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവർക്ക് മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു നിയമ ഭേദഗതിയിൽ കൊണ്ടുവരണം. ആ നിയമത്തിൽ അത്ര അതിൻ്റെ ആവശ്യമുള്ളൂ. രണ്ടാമത്, ഇവിടെ സർക്കാർ ചെയ്യേണ്ടത്, ഇന്ന് പല സ്ഥലങ്ങളും കൃത്യമായി സർക്കാരിന് ഇപ്പോൾ ഒരു മാപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ ഈ സോണിങ് നടത്താൻ കഴിയും. ഈ സോണിങ്ങിൻ്റെ ഒരു അഭാവമാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ കൃഷിഭൂമിയുണ്ട്, അത് കൃഷിഭൂമിയായിട്ട് തന്നെ സോണിങ് ആയിട്ട് കാണിക്കട്ടെ. അവിടെ പിന്നെ ആരും പോയിട്ട് വീട് വയ്ക്കാനുള്ളത് കൊടുക്കേണ്ട ആവശ്യമില്ല, പിന്നെ അവിടെ മാറ്റാനും പറ്റില്ലല്ലോ. കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ കൃഷിക്കാൻ ആവശ്യമാണ്.
അപ്പോൾ അതിനെന്ത് ചെയ്യുക, ആ കൃഷിയുടെ സോണിങ്ങിൽ പെടുത്തുക. കമേഴ്സ്യലായിട്ടുള്ള ഏരിയ ഉണ്ട്, കാറ്റഗറൈസ് ചെയ്യണം. കമേഴ്സ്യലായിട്ടുള്ള ഏരിയ ഉണ്ട്, വീടുകളിലാണ് റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയയ്ക്ക് മാറ്റാം. അവിടെ പോയിട്ട് ഇൻഡസ്ട്രി ആൾ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല, സാങ്ഷൻ കൊടുക്കണ്ട. അതുപോലെ തന്നെ ഒരു കമേഴ്സ്യലായിട്ടുള്ള ഏരിയ ആണ്, അവിടെ കമേഴ്സ്യലത്തിന് പറ്റുന്നതായിട്ടുള്ള സോണിങ് നടത്തണം. ഇൻഡസ്ട്രിയൽ സോണിങ് ആയിട്ടുള്ള അതിന് പറ്റുള്ള ഏരിയ ഉണ്ട്. ഇപ്പോൾ കഞ്ചിക്കോടൊക്കെ ഇൻഡസ്ട്രിയൽ സോണിങ് ആയിട്ട് മാറ്റി. അത്തരം സ്ഥലങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവിടെ ഇൻഡസ്ട്രിയൽ സോണിങ് ആയിട്ട് എഴുതാം. കൃഷിയെ കൃത്യമായി കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ നദീതട നെൽവയൽ നിയമം എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം നമുക്ക് തീർച്ചയായിട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരിതാണ്. അത്തരം ഏരിയകളുടെ ആ ഭാഗത്തായി നിലനിർത്തണം. ഇനി ഇവിടെ സംഭവിക്കുന്നതാ, നമുക്ക് 44 നദികളിൽ 41 പടിഞ്ഞാറോട്ടാണ്, 3 കിഴക്കോട്ടെന്ന് പറയുന്നത്. ഇതെല്ലാം വരുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒഴുകി വന്ന് നേരെ കടലിലേക്കാണ് പോകുന്നത്. ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പോൾ കഴിയണമെങ്കിൽ ഇപ്പോൾ ഡാമുകൾ 30% കപ്പാസിറ്റി, 70% മണലും ചെളി നടന്നെടുക്കുകയാണ്. ആ 70% ഒഴിവാക്കി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിക്ക് ഇത്രയും പ്രശ്നമുണ്ടോ? അത് 70% അഡീഷണൽ വെള്ളം കിട്ടല്ലേ, നമ്മുടെ കപ്പാസിറ്റി കൂടല്ലേ, എത്രയോ ഡാമുകളില്ലേ. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ പുഴകളിലെ മണലും ചെളിയും വാരാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മഴ പെയ്ത ഉടനെ തന്നെ വെള്ളപ്പൊക്കം. കാരണം എന്താ, പുഴയിൽ സ്ഥലമില്ല. കുറേ സ്ഥലങ്ങൾ ബാക്കി ഫില്ല് ചെയ്തെടുത്തോണ്ട് പിന്നെ അവിടെയും വെള്ളത്തിന് ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് വെള്ളപ്പൊക്കം പെട്ടെന്ന് ഒരു ഡാം തുറന്നാൽ ഉടനെ തന്നെ ബാക്കിയുള്ള മിക്ക പ്രദേശങ്ങളിലും വെള്ളം കയറുകയാണ്. അപ്പോൾ ആ ചെളിയും ഇതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു 41 നദികളില്ലേ, 5 കിലോമീറ്റർ വീതം തടയണ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ പഞ്ചായത്തിനും കുടിവെള്ള പദ്ധതി ഉണ്ടായിക്കൂടെ? കാരണം കപ്പാസിറ്റി കൂടുകയാണ്. ഈ മണൽ വാരുമ്പോൾ പാലങ്ങളുടെ അതിൻ്റെ പോലും മണൽ വാരിയിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ള ആ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് തന്നെ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മണൽ വാരിയാൽ വരുമാനം പഞ്ചായത്തിന് കിട്ടില്ല, സർക്കാരിനും കിട്ടുന്നുണ്ടല്ലോ. ആ പഞ്ചായത്തിന് ആ വരുമാനത്തിൽ നിന്നൊരു ഭാഗം തന്നെ 5 വർഷത്തെ നീക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രൊജക്റ്റുകൾക്ക് ഈ പറയുന്ന കുടിവെള്ള പദ്ധതിക്കുള്ള പൈസ ഒന്നും കിട്ടില്ല. ഇപ്പോൾ പോരാത്തല്ലേ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മാത്രമല്ല 2 കാര്യങ്ങളാണ്. ഈ പറയുന്ന കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സുണ്ട്, മണൽ വാരിക്കൊണ്ട് ക്ലിയർ ചെയ്യുമ്പോൾ വെള്ളപ്പൊക്കത്തിന് പ്രശ്നങ്ങൾ വരുന്നില്ല. ഡാമിൽ തന്നെ 100% ഫുൾ കപ്പാസിറ്റി വരുമ്പോൾ അത്രയും വെള്ളം താഴോട്ട് വിടേണ്ട ആവശ്യമില്ല. ഈ ഒരു മഴയ്ക്കെല്ലാം ഒഴുകിപ്പോയി കടലിൽ പോയി വെള്ളം തീയിട്ട് ആർക്കും ഗുണം കിട്ടുന്നില്ല. അപ്പം അതിനുള്ള ഒരു സമഗ്ര പദ്ധതി ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്തുകൾ, ഇന്ന് പഞ്ചായത്തുകൾ എന്താ ചെയ്യുന്നത്, ജനുവരി കഴിഞ്ഞാൽ ടാങ്കർ ലോറി വെച്ചിട്ട് കുടിവെള്ളം കൊടുക്കുകയാണ്. നല്ല കുടിവെള്ളം എന്ന് പറയുന്നത് എവിടുന്നെങ്കിലും മടിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അവർക്ക് അത്യാവശ്യത്തിന് കുടിവെള്ളം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനെങ്കിലും ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതിന് എത്ര ലക്ഷങ്ങളാണ് ഓരോ പഞ്ചായത്ത് ചിലവഴിക്കുന്നത്? ആ പൈസ പോരെ, 5 കൊല്ലം ചിലവഴിക്കുന്ന ആ പൈസയും ആ ക്യാഷ് മതിയല്ലോ ഇതിന്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സമഗ്രമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാതെ താൽക്കാലികമായിട്ട് നമ്മൾ സാധാരണ പറയില്ലോ, പനി വന്നാൽ പെൻഡോൾ കഴിക്കുക എന്നുള്ളത്, അസുഖത്തിന് മാറില്ല, പനി പറയും പിന്നെയും നീണ്ടു നിൽക്കും, ലക്ഷണത്തെ മാത്രമേ പറയൂ. അപ്പോൾ അതാണ് സർക്കാർ ചെയ്യേണ്ടത്. അതിനാവശ്യമായ നടപടികളൊന്നും ഇവിടെ വന്നിട്ടില്ല. അത് വന്നാൽ കൃഷിയും വളരും, ഈ പറഞ്ഞ ജലസേചനത്തിൻ്റെ പ്രശ്നങ്ങൾ നിൽക്കും, എല്ലാറ്റിനും പരിഹാരങ്ങൾ ഉണ്ടാവും എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. തീർച്ചയായും ട്രയാങ്കിൾ പോലുള്ള സന്നദ്ധ സംഘടനകൾ ഉയർത്തുന്ന വാദങ്ങളെ അവർ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന് പകരം ശരിയായി അവർ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതകളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവർ പറയുന്ന കാതലായ കാര്യങ്ങൾ ഒരു കൂട്ടായ ചർച്ചയിലൂടെ അവരുടെ വാദമുഖങ്ങൾ കേട്ടുകൊണ്ട് സർക്കാർ ജനകീയമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും. വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന പുതിയ നിയമ ഭേദഗതിയിലെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും എന്ന ആ വാക്ക് മാത്രം ഉൾപ്പെടുത്തിയാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തെയാണ് വലിച്ചു നീട്ടി കോടതി മുറികളിലേക്കും നൂലാമാലകളിലേക്കും ചുവപ്പ് നാടുകളിലേക്കും ബന്ധപ്പെട്ട സർക്കാരുകൾ കൊണ്ടുപോകുന്നത്. ഇതൊരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല. ഇതുവരെ ഈ വിഷയവുമായി നമ്മളോട് സംവദിച്ചത് ട്രയാങ്കിളിൻ്റെ ചെയർമാനും പൊതുപ്രവർത്തകനുമായ ശ്രീ NA മുഹമ്മദ് കുട്ടിയാണ്. നന്ദി, നമസ്കാരം.